നമ്മുടെ ഗെയിമിനകത്തൊരു വേഡ് കമന്റ് വന്നു. ഒറ്റ വേഡ്, പവർഫുള്ളും അതുപോലെ തന്നെ എല്ലാം അർത്ഥങ്ങൾ ഉൾക്കൊണ്ട ഒരു ഒറ്റ കമന്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ മിഡിൽ ഗെയിം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് 8 മൂവ്മെന്റോളം കഴിഞ്ഞിട്ടുള്ള ഗെയിമാണ്. ക്യൂൻ H5 നീക്കി നമ്മൾ അറ്റാക്കിലേക്ക് കടക്കുകയാണ്. നമുക്ക് അടുത്ത നൈറ്റിനെ എടുക്കാനാണ് നമ്മുടെ മൂവ്മെന്റ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. നൈറ്റിനെ നമുക്ക് പക്ഷെ അവരുടെ മൂവ്മെന്റ് ആണ്. ബിഷപ്പിനെ അവർ എടുത്തു കഴിഞ്ഞു. ബിഷപ്പ് പോയ സ്ഥിതിക്ക് നൈറ്റ് വെച്ച്, പക്ഷെ നൈറ്റിനെ നമുക്ക് ക്യൂൻ വെച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം വെട്ടും. യെസ്, കാസ്ലിംഗ് ചെയ്തു. കാസ്ലിംഗ് ആണ്. അടുത്ത G6 കളിച്ചു ക്യൂവിനെതിരെ അറ്റാക്ക്. ക്യൂവിനെ അവിടുന്ന് മാറ്റാനുള്ള പരിപാടിയാണ്. G6 കളിച്ചു. നമ്മൾ ക്യൂവിനെ മാറ്റിക്കൊണ്ട് പോകുന്നു. ക്യൂൻ H3യിലേക്ക് പോകുന്നു. വിടാൻ പാവമില്ല. H5 കളിച്ച് വീണ്ടും വരുന്നു. നൈറ്റിനെ വെച്ച് നമ്മൾ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ജസ്റ്റ് ഈ കളി മൊത്തവും കണ്ടു നോക്കൂ. ഏകദേശം ജയിക്കുമെന്ന് തോന്നുന്നു കളിയിൽ. എന്തായാലും മിഡിൽ ഗെയിം കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നു. ക്യൂൺ D6, റൂക്ക് D1, മന്ത്രിക്കെതിരെ അറ്റാക്ക്. നൈറ്റിനെ ഇറക്കി തന്നെ ആ ഒരു ഡി കോളം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് D1. ദെൻ മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. മന്ത്രിയെ E7ലേക്ക് മാറ്റി. നമുക്ക് വന്ന കമന്റ് എന്താ പറയുന്നത്? ഗ്രേറ്റ്. ഒരു വീഡിയോയുടെ താഴെ വന്നതാണ്. ഗ്രേറ്റ് എന്ന് മാത്രം ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നോക്കുമെങ്കിൽ ഇടയ്ക്ക് പിൻ ചെയ്തേക്കാം. ഈ വീഡിയോയുടെ ഇടയ്ക്ക് പിൻ ചെയ്തേക്കാം. ജസ്റ്റ് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതല്ലെങ്കിൽ ഇതിൻ്റെ എൻ്റെ സ്ക്രീനായിട്ട് ഇട്ടേക്കാം. ജസ്റ്റ് കയറി കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഗ്രേറ്റ് എന്നാണ് നല്ല അടിപൊളി ഒരു ഒറ്റ കമന്റ് വന്നേക്കുന്നത്. ആ ഗെയിം കണ്ടിട്ട് ഗ്രേറ്റ് ആണെന്ന് പറയാൻ തോന്നുന്നതുകൊണ്ട് നിങ്ങളൊന്ന് പറയുക. നല്ല ഗെയിമായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നുകിൽ പിൻ ചെയ്തേക്കാം, ഈ വീഡിയോയുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും പിൻ ചെയ്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് കാണിച്ചേക്കാം. ഓക്കെ, എന്തായാലും നൈറ്റ് C4 കളിച്ച് നമുക്കെതിരെ അറ്റാക്ക് വന്നിരിക്കുകയാണ്. നൈറ്റിനെതിരെ നമ്മൾ തിരിച്ചൊരു അറ്റാക്ക് കൊടുക്കുന്നു. B3 കളിച്ചിട്ടുണ്ട്. B3 നൈറ്റിന് ഏകദേശം എങ്ങോട്ട് ചാടി പോകാനുള്ള സാധ്യതയുണ്ട്. നൈറ്റിനെ അവർ മാറ്റുന്നില്ല, പകരം എൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. റൂക്കിനെതിരെ അറ്റാക്ക് വന്ന സ്ഥിതിക്ക് അവിടെ പണി പാളും. നമുക്കപ്പോൾ വേറൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതിനെ വെച്ച് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു അറ്റാക്ക് കൊടുത്താൽ മന്ത്രി അവിടുന്ന് മാറുന്ന തക്കം നോക്കി റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ നോക്കാം. ഓ ചതി, നൈറ്റിനെ ശ്രദ്ധിച്ചില്ല. നൈറ്റ് ക്യാപ്ചർ A3. നൈറ്റിനെ ശ്രദ്ധിക്കാൻ പറ്റാതായത് കൊണ്ട് തന്നെ നൈറ്റ് കയറി അങ്ങ് അറഞ്ചം പുറഞ്ഞം വെട്ടിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ നൈറ്റിനെയും കൂടെ അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. നൈറ്റ് A4. ഈ മൂവ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. നൈറ്റ് ക്യാപ്ചർ C2 കളിച്ച് നമുക്കെതിരെ അറ്റാക്കുമായിട്ട് വന്നേക്കുവാണ്. നമ്മൾ റൂക്കിനെതിരെ അറ്റാക്കാണ്. റൂക്കിനെ മാറ്റേണ്ടതാണ്. റൂക്കിനെ നമുക്ക് നൈറ്റിനെതിരെ തന്നെ തിരിക്കാം. റൂക്ക് AC1. ഓക്കെ, റൂക്ക് വെച്ച് വെട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും റൂക്കിനെ രക്ഷിക്കാനൊന്നും നോക്കിയില്ലായിരുന്നു. റൂക്കിനെ നമ്മൾ റൂക്ക് പോയി കിട്ടി. നമ്മളും എടുക്കുന്നു. തുല്യമായ നിലയിൽ രണ്ടുപേർക്കും റൂക്കില്ലാത്ത അവസ്ഥ. കയറി വെട്ടാനും പറ്റത്തില്ലല്ലോ. മന്ത്രി ഇരിക്കുന്നോണ്ട് കയറി വെട്ടാനും പറ്റത്തില്ല. യെസ്, നൈറ്റിനെതിരെയും മന്ത്രിക്കെതിരെയും ഒരുപോലെ അറ്റാക്ക്. നൈറ്റ് മാത്രമേ മന്ത്രി വെട്ടും. നൈറ്റ് വന്ന് നമുക്ക് ചെക്ക് വിളിച്ചാൽ പണിയാവും. പക്ഷെ ചെക്ക് വിളിക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. ഒരു ചെക്ക് വിളിച്ചാൽ നല്ലപോലെ പണിയാവും. അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താലും മതിയായിരുന്നു. ഈ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താലും, ഈ നൈറ്റ് വെച്ച് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുത്താലും, ഈ മന്ത്രിയെ മാറ്റുന്ന സമയം കൊണ്ട് തന്നെ ഈ മന്ത്രി വന്നിട്ട് ഈ റൂക്കിനെതിരെ അറ്റാക്ക് ചെയ്ത് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ അപകടം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അങ്ങനൊരു മൂവ്മെന്റ് നടന്നില്ല. കാരണം മന്ത്രി എവിടെ പോയാലും ഈ മന്ത്രിക്കെതിരെയോ ഈ കിങ്ങിനെതിരെയോ അറ്റാക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതകളും ഈ നൈറ്റിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനൊരു നല്ല ട്രാപ്പ് നമ്മൾ പെട്ടു. അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ പുള്ളി എന്നെ നൈറ്റിന് എടുക്കാൻ വന്നേക്കുവാണ്. ആ കളി മൂവ്മെന്റ് പുള്ളിക്കാരൻ വിട്ടുപോയതായിരിക്കും. എന്തായാലും നൈറ്റിനെ എടുക്കാൻ വന്ന സ്ഥിതിക്ക് പുള്ളിക്കാരൻ നൈറ്റിനെ എടുത്തുകൊണ്ട് സ്വസ്ഥവും സമാധാനമായിട്ട് പോട്ട് നമ്മൾ അവരുടെ നൈറ്റിനെ എടുത്ത് അറ്റാക്ക് കൊടുക്കുന്നു. ഈ നൈറ്റിനെ എടുക്കുന്നു
ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും പുള്ളി എന്തായാലും തോൽവിയുടെ പക്കത്താണ്. ഒന്നെങ്കിൽ ഇത് വെച്ച് എടുക്കണം. എടുത്താൽ ഇത് വന്നിട്ട് ചെക്ക് എടുക്കാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ അടുത്ത മൂവ്മെന്റ് തോക്കും. കാരണം എനിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നുണ്ട്. ഈ ഒരു പ്ലാൻ ഇവിടെ ചെക്ക്മേറ്റ് ആണ്. ഒന്നുകിൽ മന്ത്രിയെ കളഞ്ഞിട്ട് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് പുള്ളി ചെയ്തത്. വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം. ഒരാവശ്യമില്ലാതെ എൻ്റെ നൈറ്റിനെ എടുത്തു. ആ ഒറ്റ മൂവ്മെന്റ് ഈ നൈറ്റ് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നപ്പോഴേ മനസ്സിലായി ഈ നൈറ്റിനെ എടുത്തിട്ട് എന്തോ ഹീറോയിസം കാണിക്കാനാണെന്ന്. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധ പോയിട്ടില്ല. ഇങ്ങനൊരു ട്രാപ്പ് ഇവിടെ ഒരുക്കി വെച്ചേക്കുന്ന ശ്രദ്ധ പോയിട്ടില്ല. ആ ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു അബദ്ധം പറ്റത്തില്ലായിരുന്നു. ദെൻ നമ്മൾ അടുത്ത മൂവ്മെന്റിൽ പോയി ചെക്ക്മേറ്റ് ചെയ്തു, കളി ജയിച്ചു. ഓക്കെ, ഇതുപോലുള്ള കളികൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ കമന്റ് വന്ന വീഡിയോ നമ്മളിവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനായിട്ട് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ, സീ യു.